രാഹുൽ ഗാന്ധിയുടെ വയനാട് സന്ദർശനത്തിന്റെ ഭാഗമായി സർക്കാരിനെതിരെ UDF നടത്താനിരുന്ന പ്രതിഷേധം മാറ്റിവെച്ചു. LDF സർക്കാരിന്റെ ബാർക്കോഴ അഴിമതിക്കെതിരെ ജൂൺ 12-ന് നടത്താനിരുന്ന നിയമസഭാ മാർച്ചും UDF സംസ്ഥാന ഏകോപന സമിതിയുമാണ് മാറ്റിവെച്ചത്. പരിപാടി മാറ്റിവെച്ചതായി UDF കൺവീനർ MM ഹസൻ അറിയിച്ചു. അലമീൻ നൽകും വിശദാംശങ്ങൾ. അലമീൻ, എന്തായാലും രാഹുൽ ഗാന്ധി എത്തുമ്പോൾ അതൊരു നന്ദി പ്രകടനം അടക്കമുള്ള കാര്യങ്ങൾ വിശാലമായിട്ടുള്ള ഒരു പരിപാടി തന്നെയായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാകുക. എന്തായാലും ആ പരിപാടി അതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങൾ വലിയ രീതിയിൽ നടത്താൻ ബാർക്കോഴ വിവാദത്തിൽ നടത്താനുണ്ടായിരുന്നു. അത് മാറ്റിവെച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് തീരുമാനങ്ങൾ വന്നിരിക്കുന്നത്? നിയമസഭാ സമ്മേളനം ചേരുന്ന സാഹചര്യത്തിലാണ് UDFന്റെ ഏകോപന സമിതി യോഗം 12-ാം തീയതി ചേരാൻ തീരുമാനിച്ചിരുന്നത്. നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതാണ്. എന്ന് മാത്രമല്ല, അന്നു തന്നെ UDFന്റെ നേതൃത്വത്തിൽ നിയമസഭയിലേക്ക് ബാർക്കോഴ വിഷയത്തിൽ പ്രതിഷേധ മാർച്ചിനും UDF നേതൃത്വം ആഹ്വാനം ചെയ്തിരുന്നു. അതിനിടയിലാണ് രാഹുൽ ഗാന്ധി 12-ാം തീയതി വയനാട് എത്തുമെന്നുള്ളൊരു തീരുമാനം കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന്, രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത്. സ്വാഭാവികമായും രാഹുൽ ഗാന്ധി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം മണ്ഡലത്തിലേക്ക് വരുമ്പോൾ നേതാക്കൾക്കൊക്കെ അവിടേക്ക് പോകേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല, രാഹുൽ ഗാന്ധി വയനാട് നിലനിർത്തുമോ ഒഴിയുമോ എന്നതിലടക്കം ഒരു സസ്പെൻസ് നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതുവരെയും അദ്ദേഹം മനസ്സ് തുറന്നിട്ടില്ല. ഒരുപക്ഷെ വയനാട് സന്ദർശനത്തിന് ശേഷം അദ്ദേഹം തീരുമാനം പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. സ്വാഭാവികമായും അത്തരമൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നതുകൊണ്ട് UDFന്റെ മുഴുവൻ നേതാക്കളും വയനാട് രാഹുൽ ഗാന്ധി അനുഗമിക്കാനായി പോകും. അതുകൊണ്ടുകൂടിയാണ് ഈ UDFന്റെ നേതൃയോഗം, ഏകോപന സമിതി യോഗവും അതുപോലെ തന്നെ നിയമസഭാ മാർച്ചും മാറ്റിവെച്ചതായി നേതൃത്വം പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റൊരു ദിവസം ഈ നിയമസഭാ സമ്മേളനം തുടരുന്നതുകൊണ്ട് തന്നെ UDFന്റെ നേതാക്കൾ, ഘടകകക്ഷി നേതാക്കളൊക്കെ തന്നെ തലസ്ഥാനത്തുണ്ടാകും. അതുകൊണ്ട് മറ്റൊരു ദിവസം രാഹുൽ ഗാന്ധി വന്ന് മടങ്ങിയതിന് പിന്നാലെ തൊട്ടടുത്ത ദിവസം തന്നെ മറ്റൊരു ദിവസം UDF നേതൃയോഗം ചേരും. അതിനുശേഷം പ്രഖ്യാപിച്ചതുപോലെയുള്ള ബാർക്കോഴ വിഷയത്തിലെ നിയമസഭാ മാർച്ചും ഉണ്ടാകും. ആ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല, വൈകാതെ ഉണ്ടാകും. ഏതായാലും 12-ാം തീയതി രാഹുൽ ഗാന്ധി സംസ്ഥാനത്തെത്തുന്നുണ്ട്, വയനാട് എത്തുന്നുണ്ട്. അതിനുശേഷം അന്ന് തന്നെ, ഇനി വയനാട് വെച്ച് തന്നെ അദ്ദേഹം വയനാട് നിലനിർത്തുമോ റായ്ബറേലി നിലനിർത്തുമോ എന്ന കാര്യത്തിൽ രാഹുൽ ഗാന്ധി തീരുമാനം പ്രഖ്യാപിക്കുമോ, ഇനി അതല്ല ഡൽഹിയിൽ മടങ്ങിയെത്തിയതിനു ശേഷമായിരിക്കും തീരുമാനം പ്രഖ്യാപിക്കുക എന്നുള്ളതിലാണ് കോൺഗ്രസ് നേതാക്കളും UDF നേതാക്കളും രാഷ്ട്രീയ കേരളം പ്രത്യേകിച്ചും ഉറ്റുനോക്കുന്നത്. അതിനുള്ള മറുപടി ഒരുപക്ഷെ 12-ാം തീയതി രാഹുൽ ഗാന്ധിയിൽ നിന്ന് അറിയാനാവുകയും ചെയ്യും. ശ്രുതി, ശരി. രാഹുൽ ഗാന്ധിയുടെ വയനാട് സന്ദർശനത്തിന്റെ ഭാഗമായാണ് സർക്കാരിനെതിരെ UDF നടത്താനിരുന്ന പ്രതിഷേധം മാറ്റിവെച്ചിരിക്കുന്നത്. അല്ലമീനാണ് വിശദാംശങ്ങൾ നൽകിയത്.